ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡ്രീം സീരീസ് വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ചെയിൻ കംപ്ലൈൻ്റ് ആയിട്ട് നല്ല രീതിയിൽ അടി ഉണ്ടായിരുന്നു. അപ്പോൾ ചെയിൻ സ്പോക്കറ്റും കൂടി മാറ്റാൻ വേണ്ടി നമ്മൾ കയറ്റിയാണ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കും ഒക്കെ അഴിച്ച് കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. കമ്പനി ലൈനർ കിടക്കണ പുതിയ ലൈനറാണ് കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് നമുക്ക് സ്പോക്കറ്റും ചെയിനും കൂടി ആ കിറ്റായിട്ട് നമുക്ക് മാറ്റണം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും മീറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അത് മീറ്റർ കേബിൾ പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ നമുക്ക് കേബിൾ മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കേബിൾ മാറ്റുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ശരിക്കും ടൈറ്റ് കാണിക്കുന്നത് ഈ കേബിളിൻ്റെയാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം കേബിൾ ചെറിയൊരു പൊട്ടലുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഉണ്ട്. ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു കേബിളുണ്ട്, കോമ്പി ബ്രേക്ക്. അതിൻ്റെ കേബിളും ടൈറ്റാണ്. നല്ല ഐറ്റം അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ അത് കേബിൾ മാറ്റാൻ നമുക്ക് നിർവാഹമില്ല. കാരണം ഐറ്റം വരുത്തിയിട്ടൊക്കെ വേണം നമുക്കത് മാറ്റണമെങ്കിൽ. ഓൾറെഡി വണ്ടി മാർക്കറ്റിലെ വണ്ടി കുറവായതുകൊണ്ടാണ് ഇതിൻ്റെ ചില പാർട്സുകളൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നതിൻ്റെ കേസ് കേട്ടോ. നിലവിൽ നമ്മുടെ ഈ ഏരിയയിൽ വണ്ടികൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാര്യമായിട്ട് സ്റ്റോക്ക് വയ്ക്കാത്തത്. അപ്പോൾ ഐറ്റം ഞാനൊന്ന് ഓർഡറിലേക്ക് കൊടുത്തു നോക്കാം. കിട്ടുന്നതിനനുസരിച്ച് നമുക്കത് മാറ്റാം കേട്ടോ. പിന്നെ ബ്രേക്കൊക്കെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടാം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ മീറ്റർ നമ്മൾ കേബിൾ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്, മീറ്ററിൻ്റെ ഭാഗമൊക്കെ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നിലവിൽ ക്ലീൻ ചെയ്യേണ്ട ഇതുള്ളൂ, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ആയാലും പുതിയ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസ്, അത് കൂടാതെ അതിന് പുറമെ വന്ന വർക്കാണ് ചെയിൻ സ്പോക്കറ്റ് മാറ്റാന്നുള്ളത്. അത് ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നതല്ല, അതിന് അഡീഷണൽ വന്ന വർക്കാണ്. അപ്പോൾ ജനറൽ സർവീസും ചെയിൻ സ്പോക്കറ്റും മാറുന്നുണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ, സ്പീഡോമീറ്ററിൻ്റെ കേബിൾ, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണ കേസ്. വാട്ടർ സർവീസും വേണം കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് എന്തെങ്കിലും ഒരു 5:30-6 മണി കഴിയും തീരുമ്പോഴത്തേക്കും. വാഷിംഗ് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു 6 മണി 6:30 ആവും കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ അനുസരിച്ച് വിളിച്ചോളാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.